രണ്ടു ദിവസമായി നിയമസഭയിലെ പ്രധാന ചർച്ച PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. പദ്ധതി നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലല്ല, ആരാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം തുടക്കം കുറിച്ചത് എന്നതിനെക്കുറിച്ചാണ്. LDFും UDFും ഒരേ വിഷയത്തിൽ തന്നെ ഒരുപോലെ പരസ്പരം പഴിചാരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ പോലും തീരുമാനിക്കാതെ, ഘടകകക്ഷികളെ പോലും അറിയിക്കാതെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഒരു IAS ഉദ്യോഗസ്ഥ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത്. പിന്നീട് അത് വിവാദമായതോടെ, ഘടകകക്ഷികൾ തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മരവിപ്പിക്കാനായിരുന്നു LDF സർക്കാരിൻ്റെ തീരുമാനം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെയും ഏർപ്പെടുത്തി. തൽക്കാലം എല്ലാം മരവിപ്പിച്ച മട്ടിലായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നു വന്നപ്പോൾ അന്ന് പറഞ്ഞത് സർവശിക്ഷ കേരളം ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന്. എന്തായാലും വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നില്ല എങ്കിൽ പോലും നിയമസഭയിലേക്ക് അത് വലിയ ചർച്ചയായി വന്നു. പ്രത്യേകിച്ചും ധവളപത്രത്തിന് തൊട്ടു പിന്നാലെയും മുമ്പുമൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് PM ശ്രീ ഫണ്ട് അനിവാര്യമാണ്, അല്ലെങ്കിൽ PM ശ്രീ ഫണ്ടിൽ ഒപ്പിട്ടാൽ മാത്രമേ സർവശിക്ഷ കേരളത്തിന് ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉയർന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇതുതന്നെയായിരുന്നു പ്രധാന ചർച്ച. ബഡ്ജറ്റിൻ്റെ ചർച്ചയ്ക്കിടയിൽ PM ശ്രീ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അവതരിപ്പിച്ചു. അതിനെ എതിർത്ത് ഭരണപക്ഷമെത്തി. എന്തായാലും ഫണ്ട് കിട്ടുമോ കിട്ടുന്നില്ലയോ എന്നുള്ളതല്ല പ്രധാന കാര്യം. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഇടതുമുന്നണി പറയുന്നത് അവർ അന്ന് തന്നെ ഈ പദ്ധതി മരവിപ്പിച്ചതാണ്. ഇപ്പോഴത്തെ സർക്കാർ പറയുന്നു അങ്ങനെയല്ല, കേന്ദ്ര സർക്കാരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും പിന്മാറാൻ കഴിയുകയില്ല എന്ന് ആ ഉടമ്പടിയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷം, നേരത്തെ സർക്കാരിന് ഒപ്പമുണ്ടായിരുന്നവർ, അവർ ചെയ്തത് ശരിയല്ല, അവർ പറയുന്നത് ശരിയല്ല എന്ന് ഭരണപക്ഷം വാദിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം, നേരത്തെയുള്ള ഭരണപക്ഷം അല്ലെങ്കിൽ ഇടതുമുന്നണി പറയുന്നത് അങ്ങനെയല്ല. ഈ സർക്കാരിന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആ കോൺട്രാക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ നിന്നും പിന്മാറാൻ കഴിയുമെന്ന് പ്രതിപക്ഷവും പറയും. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങളായാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി PM ശ്രീയുടെ പേരിൽ നടക്കുന്നത്. ബഡ്ജറ്റിന് ശേഷം ഉള്ള ചർച്ചയിലും ആ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയുള്ള മറുപടി പ്രസംഗത്തിലും മുഖ്യമന്ത്രി VD സതീശൻ ഒരു വലിയ വിഷയമായി തന്നെ PM ശ്രീയെ ഉയർത്തി കാണിച്ചു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ താല്പര്യമില്ല, പക്ഷേ നേരത്തെയുള്ള സർക്കാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ അതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിക്കുന്നു. ഇനി അഥവാ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ടാകും, മാനദണ്ഡമുണ്ടാകും. ഒന്ന്, ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കും. രണ്ടാമത്തേത്, പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ പാഠ്യപദ്ധതി അതെന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും സംസ്ഥാന സർക്കാരായിരിക്കും. ഈ 2 കാര്യങ്ങളിലും ഉറപ്പ് നൽകിയാൽ മാത്രമേ PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനും വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ധൃതി? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ആർക്കാണ് ഇത്ര അത്യാവശ്യം എന്നൊരു ചോദ്യം ഉയരും. പക്ഷേ സ്വാഭാവികമായും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് UGC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ചിലവിടുന്നുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട തരത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട ഫണ്ടുകൾ സർക്കാർ ചോദിച്ചു വാങ്ങിക്കണം എന്നുമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്.
കാരണം BJP സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന നേതൃത്വം പല ആവർത്തി അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറ്റു മേഖലകളിലൊക്കെ വികസനത്തിൻ്റെ കാര്യത്തിനായി ഫണ്ടുകൾ വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ടിനോട് ഇത്രയും അവജ്ഞ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ PM ശ്രീ വിഷയം ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഘടാകക്ഷി അല്ലെങ്കിൽ ഘടാകക്ഷികൾക്കൊപ്പമുള്ള ആളാണ്, ലീഗിൻ്റെ പ്രതിനിധിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. BJP കേന്ദ്ര സർക്കാർ നൽകുന്ന PM ശ്രീ പോലുള്ള ഒരു പദ്ധതിക്ക് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള ചില ചോദ്യങ്ങളും ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ UDF മന്ത്രിസഭ അവഗണിക്കുകയാണ്. ഇവിടെ വേണ്ടത് വിദ്യാഭ്യാസത്തിനുള്ള മുന്നോട്ട് പോക്കിന് അനിവാര്യമായ തുകയാണ്, അല്ലെങ്കിൽ വിഹിതമാണ്. അത് ലഭിക്കണം. അതിനുവേണ്ടി ഏതു തരത്തിലുള്ള നീക്കങ്ങളും നടത്തും. പക്ഷേ വിദ്യാഭ്യാസ കരിക്കുലത്തെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയോ ഒരു കാരണവശാലും കളങ്കപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോക്കിന് തയ്യാറല്ല എന്ന് UDFും പറയുന്നുണ്ട്. ഇനി ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോഴും ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടുവോ? അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ? രണ്ടുപേരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. LDF പറയുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ ആളുകൾ ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നു പിന്മാറാൻ കഴിയുമെന്ന്. UDF പറയുന്നു പറ്റില്ല, കേന്ദ്ര സർക്കാരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഉടമ്പടിയിൽ വ്യക്തമായി പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാൻ കഴിയുകയുള്ളൂ. ആര് പറയുന്നത് വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടണം. നല്ല വിദ്യാഭ്യാസം വേണം, നല്ല തലമുറ വളരണം, നല്ല വിദ്യാഭ്യാസം നേടിയവർ ഉന്നത സ്ഥലങ്ങളിലെത്തണം എന്ന് ആണ് പല രക്ഷിതാക്കളുടെയും താല്പര്യം. എന്നാൽ അതുകൂടി ഒന്ന് ഓർമ്മിച്ച് ഇരു കൂട്ടരും മുന്നോട്ട് നീങ്ങിയാൽ നന്നായിരിക്കും.